പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകാത്ത മൻ കി ബാത്ത് അത്യപൂർവമായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത വിളിച്ചോതുന്നതാണ് ഓരോ മൻ കി ബാത്തും. ഇപ്രാവശ്യത്തെ മൻ കി ബാത്തിലും ഏക് പേഡ് മാ കെ നാം വേസ്റ്റ് ടു വെൽത്ത് ക്യാമ്പയിനുകൾ ചർച്ചയായി. मेरे प्यारे देशवासियों, आज देश भर में एक पेड़ माँ के नाम ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിന് അഹമ്മദാബാദിൽ നിന്നുള്ള ഉദാഹരണവും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി. अहमदाबाद में जन भागीदारी की अद्भुत शक्ति दिखाई दी है. भारत क्षेत्र में 1 घंटे के भीतर 3.5 लाख से अधिक पौधे रोपे गए. इसमें 25,000 से अधिक लोग जुटे. स्कूली बच्चे, एनसीसी कैडेट्स, स्वयंसेवक और आम नागरिक सभी ने इस अभियान में हिस्सा लिया. आने वाले वर्षों में यही पौधे एक घने शहरी वन का रूप लेंगे. അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമാക്കി 1 മണിക്കൂറിനുള്ളിൽ ഭാടജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകളാണ് സംരംഭത്തിൽ പങ്കെടുത്തത്. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ക്യാമ്പയിന്റെ ഭാഗമായി. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമാവുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ ഈ മാസം 12-ന് ഒറ്റ ദിവസം കൊണ്ട് 35,000 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗിർവനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമായി 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർവനങ്ങളിൽ കൂടുകൂട്ടുകയാണ്. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ബീഹാറിലെ സീതാമടിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സീതാമടിയിൽ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുകയാണ്. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഗണേശ് ഉത്സവിനെ കുറിച്ച് സംസാരിച്ചത് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം ഭാരതത്തിന്റെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹത്തിൽ പൂജ നടത്തണമെന്ന് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.